ഹായ് ഫ്രണ്ട്സ്, ഫാഷൻ ബ്ലോഗറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു കോക്കനട്ട് പുഡിംഗ് ആണ്. ഒരു എഡിബിൾ കോക്കനട്ട് പുഡിംഗ്. അതായത് നമ്മുടെ ചിരട്ടയടക്കം തിന്നാൻ പറ്റുന്ന നല്ല ഉഗ്രൻ ഐറ്റമാണ്. അപ്പോൾ ഇതുവരെ നിങ്ങളിത് ട്രൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വാട്ടർ ഫില്ല് ചെയ്തേക്കുന്ന ബലൂണാണ്. അതിൽ നമ്മൾ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യണം. ഇവിടെ മെൽറ്റഡ് ചോക്ലേറ്റ്, ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തെടുത്തേക്കണ ചോക്ലേറ്റാണ്. ഇത് മിൽക്ക് ചോക്ലേറ്റാണ്. ഡാർക്ക് ചോക്ലേറ്റ് വരുമ്പോൾ കുറച്ച് ഡാർക്ക് കളറുമായിരിക്കും, ടേസ്റ്റിലും ഒരു ചെറിയ കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ വൈറ്റ് ചോക്ലേറ്റിൽ ഇത് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആവാൻ വെക്കാം. ഇതൊന്ന് ഉണങ്ങട്ടെ. അല്ലെങ്കിൽ ഈ ചോക്ലേറ്റ് ഇങ്ങനെ ഒഴുകുന്ന രീതിയിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അത് പെർഫെക്ഷൻ കിട്ടില്ല. ഇത് ഒന്ന് ഉണങ്ങിയ ശേഷം നമ്മൾക്ക് സെക്കൻഡ് കോട്ടിംഗ് കൊടുക്കണം. ഈ സെക്കൻഡ് കോട്ടിംഗ് കൊടുക്കുമ്പോൾ ഫുള്ള് ഫസ്റ്റ് കോട്ടിംഗ് കവർ ആവണേ. അതിനുശേഷം ഇത് നേരത്തെ വെച്ച പോലെയല്ല, ഉൾട്ട വെക്കണം. അതായത് ഒരു ബൗളിലേക്ക് നമ്മളിത് തിരിച്ചിങ്ങനെ വയ്ക്കാം. എന്നിട്ട് അതധികം ഡ്രൈ ആവാൻ നിൽക്കാതെ തന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ കോട്ടൺ ക്യാൻഡിയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇത് ഹോം മെയ്ഡ് കോട്ടൺ ക്യാൻഡിയാണ്. നമ്മൾക്കിത് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. പഞ്ഞിപ്പൂട എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതുപോലെ സാധനം. അത് ഇതിൻ്റെ മുകളിൽ നമ്മൾ ചകിരിയുടെ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ റാൻഡം ആയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് അതിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എല്ലായിടത്തും ചോക്ലേറ്റ് എത്തിച്ചു കൊടുക്കുക. ദാ ഇതുപോലെ എല്ലായിടത്തും എത്തിച്ച ശേഷം ഇത് കുറച്ച് നേരം ഡ്രൈ ആവാൻ വെക്കണം. എന്നിട്ട് നമ്മളുടെ ബലൂൺ പൊട്ടിച്ച് അതിലെല്ലാം എക്സസ് വാട്ടറൊക്കെ കളയാം. എന്നിട്ട് ബലൂൺ പയ്യനെ റിമൂവ് ചെയ്ത ശേഷം നമ്മൾക്ക് ഈ നീണ്ടു നിൽക്കുന്ന കോട്ടൺ ക്യാൻഡിയുടെ പീസൊക്കെ ഒരു ട്രിമ്മർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കത്രിക ഉപയോഗിച്ചോ നമുക്ക് ട്രിം ചെയ്ത് കളയാം. ഇത് കറക്റ്റ് പക്ക സർക്കിളായിട്ടൊന്നും ചെയ്യണ്ട, റാൻഡമായിട്ട് കട്ട് ചെയ്താൽ മതി. എന്നാലേ കുറച്ചും കൂടി ഒരു റിയൽ ലുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഇതാ ഇതുപോലെ നമുക്ക് ചിരട്ട റെഡിയാക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഉള്ളിലേക്ക് വേണ്ട കോക്കനട്ട് ക്രീം ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ബൗളിൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അതിൽ ഒരു 10 ജെലാറ്റിൻ ഷീറ്റ് 10 മിനിറ്റോളം സോക്ക് ചെയ്യാൻ നമ്മൾ വെക്കുന്നു. എൻ്റെ ജെലാറ്റിൻ ഷീറ്റ് ഒട്ടിയിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഈ ജെലാറ്റിൻ ഷീറ്റ് കുതിരുന്ന സമയത്ത് നമുക്ക് ക്രീം ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കോക്കനട്ട് ക്രീം ഈസ്റ്റേണിൻ്റെയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ചൂസ് ചെയ്യാം. അതിലേക്ക് ഒരു 8 ടേബിൾ സ്പൂണോളം ഷുഗർ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായി ഷുഗറൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ജെലാറ്റിൻ ഷീറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് വാട്ടർ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ ശേഷമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കൈയെടുക്കാതെ നന്നായി ഇളക്കി കൊടുക്കുക. അത് എല്ലാം ഒരുപോലെ ലയിച്ച് നല്ല മിൽക്കി ഫോമിലാവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതാ നോക്ക്, ജെലാറ്റിൻ ഇപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ബീറ്റിംഗ് ടൈമിലോ അല്ലെങ്കിൽ മെൽറ്റ് ചെയ്യുന്ന ടൈമിലോ നമ്മൾക്ക് ഇതിലേക്ക് വാനില എസൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആക്ച്വലി ഞാനതൊന്നും ആഡ് ചെയ്ത് കൊടുക്കാറില്ല. ഇതിന് നല്ല കോക്കനട്ട് റിയൽ സ്മെല്ലുണ്ട്. അത് തന്നെ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതാ നോക്ക്, നമ്മൾ ചിരട്ടയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയി. ഇനിയിപ്പോൾ കൈ കൊണ്ട് തൊട്ടാലൊന്നും ചോക്ലേറ്റ് ഒന്നും നമ്മളെ കയ്യിലാവില്ല. ഇനി വേണ്ടത് നമ്മളുടെ ക്രീം ഫുള്ളായിട്ട് ഇതിൽ ഫില്ല് ചെയ്യണം. അതിനൊരു സ്പാച്ചിൽ ഉപയോഗിച്ചാലോ സ്പൂൺ ഉപയോഗിച്ചാലോ കുഴപ്പമില്ല. പക്ഷേ ഇത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത ശേഷം ഒന്ന് മേലേന്ന് വടിക്കണം. സൈഡിലൊക്കെ ആയത് ടിഷ്യൂ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ബ്രഷ് ഉപയോഗിച്ചോ നമുക്ക് ക്ലീൻ ചെയ്ത ശേഷം ഇത് നമ്മൾക്ക് റെഫ്രിജറേറ്റ് ചെയ്യാം. ഇതാ ഇപ്പോൾ ഞാൻ 2 മണിക്കൂർ റെഫ്രിജറേറ്റ് ചെയ്തെടുത്തേക്കുന്ന സാധനമാണ്. ഇതിപ്പോൾ ആ ക്രീമീന്ന് മാറി കുറച്ച് ഹാർഡായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് തേങ്ങയുടെ ഉള്ളു ക്രിയേറ്റ് ചെയ്യണം. ആ തേങ്ങാ വെള്ളമൊക്കെ ഉള്ള പോർഷൻ അതുപോലെ. അതിനായിട്ട് ഒരു കട്ടർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടെയ്നറിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള അടപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി എക്സസ് ക്രീമൊക്കെ അതിൽ നിന്ന് ഒന്ന് റിമൂവ് ചെയ്ത ശേഷം ഇതുപോലത്തെ ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് അത് എല്ലായിടത്തും ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ തേങ്ങാമുറിയല്ലെന്ന് ആരെങ്കിലും പറയൂ?
കോക്കനട്ട് ഡെസേർട്ട് ഇവിടെ റെഡിയായി. നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഇച്ചിരി ഹണി കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ദാ സാധനം കിട്ടുവായി. എന്നാ ടേസ്റ്റ് എന്നറിയാവോ? ഇനിയിപ്പോൾ നമ്മൾക്ക് ഫ്രൂട്ട്സ് വേണ്ട, പകരം ഇതുപോലൊരു ലുക്കാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചില്ലി സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതും നല്ല ടേസ്റ്റിയാണ്. കൂടാതെ ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഡെസേർട്ടാണ്. ഒത്തിരി മത്തിപ്പിക്കുന്ന ഒരു ഫ്ലേവറൊന്നുമല്ല. ഇതാ എൻ്റെ മോൾ ഓൾറെഡി അറ്റാക്കിങ് തുടങ്ങി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ്. സിമി, ടാറ്റ, ടേക്ക് കെയർ.